ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നത്തെ ദിവസം വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ബ്രദർ ഖത്തറിൽ നിന്ന് വരുന്നുണ്ട്, അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ മോർണിംഗ് ടു നൈറ്റിൽ വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോയിലുണ്ട്. അപ്പം വീഡിയോ ഒന്ന് മുഴുവനായും കണ്ടു നോക്കണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങളിന്ന് 3:30 മണിക്ക് തന്നെ എണീറ്റു. ഞാൻ എണീറ്റ് താഴെ പോകുമ്പോഴേക്കും ഇത്താത്ത കുട്ടികൾക്കുള്ള ഹോർലിക്സ് അലക്കായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു, ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ചായയൊക്കെ കുടിച്ച് പിന്നെ വേഗം മോനെ ഉണർത്താൻ വേണ്ടിയിട്ട് പോയി. ഈ സമയത്ത് മോനെ എണീപ്പിക്കുക എന്നുള്ളത് നല്ല റിസ്ക് പിടിച്ച കാര്യമായിരുന്നു. എന്നാലും എങ്ങനെയും എണീപ്പിച്ചു റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇത്താത്തൻ്റെ മക്കളും എല്ലാം എണീച്ച് റെഡിയായി നിന്നിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി വേഗം തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സുബഹി ബാങ്കിന് മുന്നേ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കായിരുന്നു സുബഹി ബാങ്ക് കൊടുത്തത്. അപ്പം പോകുന്ന വഴിയിൽ തന്നെയുള്ള ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ചതിന് ശേഷമാണ് വീണ്ടും യാത്ര തുടർന്നത്. ഇപ്പം ഞങ്ങളിത് കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ ഞങ്ങൾ കറക്റ്റ് ടൈം എത്തിയെങ്കിലും ബ്രദർ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി. അവന് ലഗേജ് കിട്ടാൻ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു. എനിക്ക് ലഗേജ് കിട്ടാൻ നന്നായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പുറത്തിറങ്ങാനും ലേറ്റായി. ഇപ്പം ഇതാണ് ഞങ്ങൾ ബ്രദർ പുറത്തിറങ്ങാണ്. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അവനെ കണ്ടപ്പോഴേ. എല്ലാവരും ഇക്കാക്കാന്നാണ് വിളിക്കുക, കുട്ടികളൊക്കെ അവൻ ഇക്കാക്കാന്നാണ് വിളിക്കുക. അപ്പം ഇക്കാക്കാനെ കണ്ട സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
പോകുന്ന വഴിയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കയറി ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഇതാ ഞങ്ങളെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കിടന്നു. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ ബിരിയാണിക്ക് ഞാൻ 2.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ പകുതി ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ വിനാഗിരി എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേരുവകൾ ചേർത്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ ചിക്കന് 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഇത്താത്ത ബിരിയാണിക്ക് വേണ്ടുന്ന ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ 15 മിനിറ്റാണ് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചത്. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കനെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് ഞാൻ ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് സവാള ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുക. ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് ഉടനതിന് ശേഷം ജിഞ്ചർ ഗാർലിക്കും ചില്ലി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടി ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് തൈരും ഒഴിച്ചു കൊടുക്കുക. തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയും യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ മസാല അവിടെ നിന്ന് കുക്കാവട്ടെ. മസാല കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടുന്ന ഗീ റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണം സവാളയും ഏലക്കയും കറാമ്പും പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അരി കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അതിനിടയിൽ മസാല ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പം അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസും ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി വേണ്ടത് ദമ്മിടലാണ്. ദമ്മിടാൻ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദമ്മിടുമ്പോൾ ആദ്യം തന്നെ പകുതി ചോറ് എടുത്ത് മാറ്റുക. ശേഷം ബാക്കിയുള്ള പകുതിയിലേക്ക് അല്പം ഗരം മസാലയും അല്പം റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ ആകത്തക്ക വിധത്തിൽ ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറ് ഇട്ട് ലെവലാക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ലെവലാക്കിയെടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്പം ഗരം മസാലയും റോസ് വാട്ടറും ഇട്ട് കൊടുക്കുക. മല്ലിയില തൂവി കൊടുക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി തൂവി കൊടുക്കുക. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സിമ്പിൾ ഫലൂദ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ആപ്പിളും 2 അനാറും 3 പൂവമ്പഴവും കുറച്ച് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തു. ഞാൻ നേരത്തെ തന്നെ കുറച്ച് കസ്റ്റേർഡും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ലെയറായിട്ട് കസ്റ്റേർഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് തൂവി കൊടുക്കുകയാണ്. അതിന് മുകളിൽ ഫ്രൂട്ട്സ് ഇട്ട് വീണ്ടും ഐസ്ക്രീം ഇട്ട് വീണ്ടും ഡെക്കറേറ്റിന് വേണ്ടി നട്ട്സാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ആദ്യം ആണുങ്ങൾക്ക് ഫുഡ് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് കുറച്ച് കിടന്നുറങ്ങി. രാവിലെ തന്നെ എഴുന്നേറ്റതാണല്ലോ, കുട്ടികൾക്ക് നല്ല ക്ഷീണമുണ്ട്. എല്ലാവരും ഒന്ന് കിടന്നുറങ്ങി. അതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇന്ന് ഈവനിങ് സ്നാക്സായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മുഹൽബിയാണ്. മുഹൽബീൻ്റെ മിക്സ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 475 ml പാൽ ആവശ്യമുണ്ട്. ഇത് 475 ml പാലാണ് ഈ ഒരു പാക്കറ്റ്. ആ പാൽ മുഴുവനായിട്ടും ഒരു പാനിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. ഈ മിക്സ് നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാനിത് ദുബായിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടാവും. ആ പാക്കറ്റിലെ പൗഡർ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ഈ പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അടുപ്പത്ത് വെക്കാവൂ കേട്ടോ. ഷുഗറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിൽ ഷുഗർ ആഡഡ് ആയിട്ടാണ് വരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് വെക്കുക. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഇത് നമുക്കൊരു തിക്ക് ക്രീമി പരുവത്തിലാണ് വേണ്ടത്. ഇതിപ്പം ഏകദേശം ഒരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതിൽ കൂടി പോരുത്, കുറഞ്ഞു പോരുത്. കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കൈ വിടാതെ.
ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേറൊരു സാധനം കൂടിയുണ്ട്, പിസ്ത. 1 കപ്പ് പിസ്തയാണ്, ക്രഷ് ചെയ്ത പിസ്തയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ പിസ്ത കൂടി ഇടുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിസ്ത ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തായിട്ടും. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിസ്ത വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ എനിക്കറിയുന്ന രീതിയിലാണ് ഇതിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ രസമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിസ്ത വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പിസ്തയാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് തരുന്നത്. അപ്പം മുഹൽബിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഹൽബിയ മിക്സ് ഇവിടെ നാട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മളെല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞു, കുളിച്ച് ഫ്രഷായിട്ട് വരുമ്പോഴാണ് പുറത്ത് മഴ പെയ്യുന്നത് കണ്ടത്. അപ്പം തന്നെ ഹംദാനെ കുടയെടുത്തിട്ട് ഇറങ്ങി. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചപ്പാത്തി പരത്തി കൊടുക്കുകയാണ്, ഉമ്മ ചുട്ടെടുക്കുന്നുണ്ട്. പിള്ളേരൊക്കെ നല്ല കളിയാണ്, അവർ നല്ല ഹാപ്പിയാണ്. ഇക്കാക്ക് കൊണ്ടുകൊടുത്ത ടോയ്സിനെ കൊണ്ടാണ് കളിക്കുന്നത് 3 പേരും. അപ്പം 3 പേരും നല്ല ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. ഇത്താത്ത ചപ്പാത്തിക്കുള്ള എഗ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം എഗ് റോസ്റ്റ് റെഡിയായി. ഞങ്ങൾ വേഗം എല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടത്. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായും കണ്ടതും നിങ്ങൾക്ക് ഇഷ്ടമായെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.